ഹലോ ഗൾസ്, നിങ്ങളുടെ സ്വന്തം എബി സാറാണ്. ഈ വീഡിയോക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആണിത്. ദേവതീർത്ഥ എന്ന് പറഞ്ഞ മോള് സാർ ഇന്നലെ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു മെസ്സേജ് അയച്ചിരുന്നു. 2 ക്വസ്റ്റ്യൻസ് അയച്ചിട്ട് ഇതൊന്ന് സോൾവ് ചെയ്ത് തരുമോ സാറേ? ഒരു ചെറിയ ഡൗട്ട് ആയിരുന്നു. അപ്പൊ സാർ ഇങ്ങനെ ആലോചിച്ചു, മക്കൾക്ക് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ക്ലാസ് റൂമിലൊക്കെ ഹോംവർക്ക് ആയിട്ട് തരുന്നുണ്ട്. ടീച്ചർമാർക്ക് സമയപരിമിതി കൊണ്ടോ മറ്റുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഹോംവർക്ക് ആയിട്ട് തരും. 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. 2 ചോദ്യങ്ങളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. പല സ്കൂളുകളിൽ പല ക്ലാസ് റൂമിൽ പല ടീച്ചേഴ്സ് ഹോംവർക്ക് ആയിട്ട് കൊടുക്കുന്ന ചോദ്യങ്ങളാണ്. 2 ക്വസ്റ്റ്യനേ ഉള്ളൂ. ഇതിൽ കൂടാതെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവാൻ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത്, നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരുന്നത്, അത് സാറിന് പേഴ്സണലി ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് സാർ ഈ ചാനലിലെ അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോ. ആദ്യത്തെ വീഡിയോ ആണ്, തുടങ്ങാം. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. സാറിന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാറിന്റെ കരിയർ ആരംഭിച്ച ചാപ്റ്ററിൽ നിന്ന് പേഴ്സ് ഓഫ് ഇക്വേഷനിലെ ചോദ്യം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം നമുക്ക് നോക്കാം. എന്താ? പേജ് നമ്പർ 14 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സാറിവിടെ ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ടുണ്ട്, കാണുമെന്ന് അറിയില്ല. 14 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ട്ടാ. എന്താണ് ചോദ്യം നോക്കാം. സിമ്പിൾ ആണ്. ആദ്യം മലയാളത്തിൽ ചോദ്യം മനസ്സിലാക്കുക. മലയാളത്തിൽ ചോദ്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. എന്താണ്? ഒരു റെക്ടാംഗിളിന്റെ പെരിമീറ്ററിനെ കുറിച്ചാണ് പറയുന്നത്. അത് 26 സെന്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്. അനദർ റെക്ടാംഗിൾ, മറ്റൊരു റെക്ടാംഗിൾ ഇതിന്റെ ഇരട്ടി നീളവും 3 ഇരട്ടി വീതിയുമുള്ള മറ്റൊരു റെക്ടാംഗിളിന്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട്. ആദ്യമൊന്നും മനസ്സിലാവില്ല. അപ്പൊ ഫസ്റ്റത്തെ സെന്റൻസ് നമുക്ക് എടുക്കാം. ഒരു റെക്ടാംഗിൾ, പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 26 സെന്റിമീറ്റർ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ചതുരത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? 2 × L + B എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ 2 × L + B നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഞാൻ ഈ ചെറിയ റെക്ടാംഗിൾ കാണാം, എനിക്ക് ചെറിയ റെക്ടാംഗിൾ, അതിന്റെ നീളം x ആയിട്ട് എടുത്തു, ലെങ്ത് x ആയിട്ട് എടുത്തു, ബ്രെഡ്ത്ത് y ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ 2 × L + B എന്ന് പറഞ്ഞങ്ങനെ എഴുതി കൂടെ. 2 × x + y = എത്രയാണ് തന്നിട്ടുണ്ട്? ആദ്യത്തെ റെക്ടാംഗിളിന്റെ ചുറ്റളവ് 26 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. എനിക്ക് എന്തായാലും 2 ഇക്വേഷൻ വേണമല്ലോ, പെയർ ഓഫ് ഇക്വേഷൻ വേണമല്ലോ. 2 × x + y 26 ആണെങ്കിൽ എന്റെ മക്കൾക്ക് അറിയാം x + y എന്തായിരിക്കും? 2 × x + y ആണ് 26. 2 = അപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 2 ആവുക 26/2 13. എന്റെ ആദ്യത്തെ ഇക്വേഷൻ കിട്ടി. x + y = 13 ഈസ് അവർ ഫസ്റ്റ് ഇക്വേഷൻ. സെറ്റ് അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. ആദ്യത്തെ ഇക്വേഷൻ റെഡി. ഇനി രണ്ടാമത്തെ സെന്റൻസിലേക്ക് വായിക്കാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? അനദർ റെക്ടാംഗിൾ വിത്ത് ട്വൈസ് ദ ലെങ്ത്. ഈ റെക്ടാംഗിളിന്റെ ഇരട്ടി നീളം, ട്വൈസ് ദ ലെങ്ത് എന്ന് പറഞ്ഞാൽ 2 ഇരട്ടി എന്ന് പറഞ്ഞാൽ എന്താ? 5ന്റെ ഇരട്ടി എത്രയാ? 10. 5 × 2 10. 10ന്റെ ഇരട്ടി എത്രയാ? 10 × 2 20. അതറിയാലോ. അങ്ങനെയാണെങ്കിൽ ഈ റെക്ടാംഗിളിന്റെ നീളം ഞാൻ എത്ര കൊടുത്തിട്ടുള്ളത്? ലെങ്ത് ഞാൻ കൊടുത്തിട്ടുള്ളത് x ആയിട്ടും ബ്രെഡ്ത്ത് ഞാൻ y ആയിട്ട് കൊടുത്തിട്ടുള്ളത്. പുതിയ റെക്ടാംഗിളിലേക്ക് വരുമ്പോ ന്യൂ ലെങ്ത് എന്തായിരിക്കും? ഇരട്ടി, 2 ഇരട്ടി അല്ലെ? ട്വൈസ് ദ ലെങ്ത് 2 × x 2x. ബ്രെഡ്ത്ത് എന്തായിരിക്കും വരിക? ത്രൈസ് ദ ബ്രെഡ്ത്ത്. ത്രൈസ് ദ ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ വീതിയുടെ 3 മടങ്ങ്, 3 × y 3y. കാരണം y ഞാൻ ഈ ആദ്യത്തെ റെക്ടാംഗിളിന്റെ ഇതായിട്ട് കൊടുത്തിട്ടുള്ളത്, വീതിയായിട്ട് കൊടുത്തിട്ടുള്ളത്. പുതിയ റെക്ടാംഗിളിന്റെ വീതി എത്രയാണ്? 3 മടങ്ങ്. ഇനി ന്യൂ പെരിമീറ്റർ എത്രയാ? ഈ പുതിയ ചതുരത്തിന്റെ ചുറ്റളവ് നമുക്ക് തന്നിട്ടുണ്ട്. പുതിയ ചതുരത്തിന്റെ ചുറ്റളവ് എത്രയാ? ന്യൂ പെരിമീറ്റർ. ഇക്വേഷൻ എന്താ? 2 × L + B തന്നെ. 2 × L + B തന്നെ. പക്ഷെ ആ എല്ലും ബിയും നമുക്ക് അറിയാം എന്താ? ലെങ്ത് എന്താ? 2x, ബ്രെഡ്ത്ത് എന്താ? 3y. സിമ്പിൾ. ഓക്കെ, അത് എത്രയാന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ക്വസ്റ്റ്യനിൽ നോക്കുന്നത്, ടെക്സ്റ്റ് ബുക്കിൽ നോക്കണ്ട, ചിലപ്പോൾ ഇവിടെ ക്ലിയർ ഉണ്ടാവില്ല, കാണുന്നുണ്ടാവില്ല. ടെക്സ്റ്റ് ബുക്കിൽ അത് വ്യക്തമായിട്ട് 62 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അവിടെ നോക്കി നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ റെഡി ആയി. നോക്കി 2x + 3y. അപ്പൊ എന്താവും? 2x + 3y മാത്രം നോക്കി എന്താവും? ഇതാ ഇവിടെ ഞാൻ ഈ 26 2 = അപ്പുറത്തോട്ട് പോകുമ്പോൾ 26/2 13 ആയ പോലെ ഇവിടെ 2 = അപ്പുറത്തോട്ട് പോകുമ്പോൾ 62/2 31 എന്ന് കിട്ടും. അപ്പൊ അടുത്ത ഇക്വേഷൻ എന്താ റെഡി ചെയ്ത? 2x + 3y = 31 ഈസ് അവർ സെക്കൻഡ് ഇക്വേഷൻ. 2 ഇക്വേഷൻ കിട്ടിയോ? സ്ഥലം ഇല്ലാത്തതുകൊണ്ട് സാർ 2 ഇക്വേഷൻ സെപ്പറേറ്റ് മാറ്റി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് 10 സെക്കൻഡ് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ അതൊക്കെ കിട്ടും. ഇനി നമ്മളിത് സോൾവ് ചെയ്യാൻ പോവാ. പെയർ ഓഫ് ഇക്വേഷൻ നമ്മുടെ ഐഡിയ അപ്ലൈ ചെയ്യാൻ പോവാണ്. സിമ്പിൾ ആണ് അല്ലെ? എക്സുകളുടെ എണ്ണം സെയിം ആക്കുകയാണെങ്കിൽ പരിപാടി തീർന്നു. എക്സുകൾ ഒഴിവാക്കിക്കൊണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യാം. പക്ഷെ ഇവിടെ ഒരു എക്സ്, ഇവിടെ 2x. എക്സിനെ മാത്രം ഫോക്കസ് ചെയ്യുക. ഇവിടെ 2x ആവുകയാണെങ്കിൽ നമുക്ക് എലിമിനേഷൻ മെത്തേഡ് വഴി അല്ലെങ്കിൽ ഒഴിവാക്കുന്ന പരിപാടി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാം. പക്ഷെ ഇവിടെ 2x ഇല്ല, ഇവിടെ 2x ഉണ്ട്. അപ്പൊ ഇവിടെ 2 വരാൻ വേണ്ടിയിട്ട് ഇത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഏത് സംഖ്യ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഒരാൾക്ക് മാത്രം കൊടുത്താൽ മതിയാ? പറ്റില്ല കേട്ടോ, മൊത്തം കൊടുക്കണം. ഫസ്റ്റ് ഇക്വേഷൻ ത്രൂ ഔട്ട് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും നോക്കാം. നോക്കുക, 2 × x 2x, 2 × y 2y, 2 × 13 26.
രണ്ടാമത്തെ ഇക്വേഷൻ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഒരു മാറ്റമില്ല. ഞാൻ മുകളിൽ എഴുതാണ് 2x പ്ലസ് 3y ഈസ് ഈക്വൽ ടു 31. പരിപാടി കഴിയാൻ പോവാണ്. ഇക്വേഷൻസ് ഒക്കെ സെറ്റായി. ദാ എക്സുകളുടെ എണ്ണം സെയിം ആക്കി. ഇനി എന്താ ചെയ്യുക? എക്സിനെ ഒഴിവാക്കുക. എക്സുകൾ നമ്മുടെ ജീവിതത്തിൽ അപകടമാണ്. ദാ കുറച്ചു. 31 26 പോയാൽ നമുക്കറിയാം 5 ആണ്. 3y 2y പോയാൽ വെറും y ആണ്. y ഈസ് ഈക്വൽ ടു ഡയറക്റ്റ് 5 കിട്ടി. എന്തായിരുന്നു y? ഒന്ന് ബാക്ക് അടിച്ച് നോക്കിയൊക്കെ. എന്തായിരുന്നു y? നമ്മള് വീതിയാണ്, ബ്രെഡ്ത്ത് ആണ് 5 കൊടുത്തത്. എന്താ ഇവിടെ ക്വസ്റ്റ്യൻ കണ്ട? വാട്ട് ആർ ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ ഫസ്റ്റ് റെക്ടാംഗിൾ? ആദ്യത്തെ റെക്ടാംഗിളിന്റെ ലെങ്ത്തും ആദ്യത്തെ റെക്ടാംഗിളിന്റെ ബ്രെഡ്ത്തുമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ബ്രെഡ്ത്ത് നമ്മൾ y എന്ന് പറഞ്ഞു കൊടുത്തു. y നമുക്ക് ഇവിടെ 5 സെന്റിമീറ്റർ കിട്ടി. ലെങ്ത് നമ്മൾ എക്സ് ആയിട്ടാണ് കൊടുത്തിട്ടില്ലേ, പക്ഷെ എക്സ് ഡയറക്റ്റ് കിട്ടുമോ? ഇല്ല. അത് നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ എടുത്ത് നോക്കി. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 13 എന്നറിയാം. വൈയുടെ വാല്യൂ 5 കിട്ടിയതാ. എക്സ് പ്ലസ് 5 ഈസ് ഈക്വൽ ടു 13. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ പേര് എന്താ? പ്ലസ് ഈക്വലിന്റെ പുറത്തോട്ട് മൈനസ് ആയിട്ട് മാറും. സിമ്പിൾ. ഈസി ബിസി ലെമൺ ക്യൂസി. 13 മൈനസ് 5 8 സെന്റിമീറ്റർ ആണ് നമ്മുടെ ആദ്യത്തെ റെക്ടാംഗിളിന്റെ എന്ത് വരിക? നീളം വരിക. ആദ്യത്തെ ക്വസ്റ്റ്യൻ സെറ്റ് അല്ലേ? ദേവതീർത്ഥ ചോദിച്ച അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, പേജ് നമ്പർ 11 7ാമത്തെ ചോദ്യമാണ്. സാറോട് എഴുതി വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെച്ച് നോക്കുക. ഈ ക്വസ്റ്റ്യൻ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചാല് ഒരു തവണ കണ്ടുകൊണ്ട് ഇത് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. മനസ്സിലാവണവരുണ്ട്, ഒരു അടിപൊളി സ്റ്റുഡൻസ് ആണ്. ഇത് ഒരു തവണ കണ്ട് മനസ്സിലാവാത്തവര് സാറിനെ പോലെ ഒരു ആവറേജ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ രണ്ടാമത് തവണ കാണുക. 2 പ്രാവശ്യം ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ബീസി ആയിട്ട് കിട്ടും. എ ബി സാറിനെ വിശ്വസിക്കുന്നവർക്ക് അറിയാം ഇത് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. നോക്കുക, 2 പ്രാവശ്യം ചെയ്ത് പഠിക്കുന്നത്. എ പേഴ്സൺ ഇൻവെസ്റ്റഡ് 1 lakh rupees in 2 schemes. ഒരു ചങ്ങാതി ആരെങ്കിലും സാബുമോനോ അല്ലെങ്കിൽ രമേശോ സുരേഷോ ആരെങ്കിലും ഒക്കെ പോയിട്ട് ബാങ്കിൽ 1 ലക്ഷം രൂപ ഇട്ടു. 2 ഡിഫറെന്റ് ആയിട്ടുള്ള സ്കീമിൽ വിത്ത് ഇൻട്രസ്റ്റ് റേറ്റ് 7% and 6%. 2 ഡിഫറെന്റ് ആയിട്ടുള്ള സ്കീമിൽ ആദ്യത്തെ സ്കീമിൽ 7% പലിശ നിരക്കിലും രണ്ടാമത്തെ സ്കീമിൽ 6% പലിശ നിരക്കിലും അയാൾ നിക്ഷേപിച്ചു. 2 ഡിഫറെന്റ് ആയിട്ടുള്ള സ്കീമിലും എത്ര രൂപ നിക്ഷേപിച്ചു? ഹൗ മച്ച് ഡിഡ് ദേ ഇൻവെസ്റ്റ് ഇൻ ഈച്ച് സ്കീം? ചിലപ്പോൾ 50,000 50,000 ആവും, അറിയില്ല. ചിലപ്പോൾ 60,000 40,000 ആവും. അതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് പേഴ്സ് ഓഫ് ഇക്വേഷൻ എന്നുള്ള ചാപ്റ്ററിന്റെ കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട്. നമുക്ക് എന്തായാലും എക്സും വൈയും വേണമല്ലോ. എക്സും വൈയിലുള്ള ചാപ്റ്റർ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ലല്ലോ ഈ ക്വസ്റ്റ്യൻ. അതുകൊണ്ട് എന്ത് ചെയ്യാം? ആദ്യത്തെ സ്കീമില് നിക്ഷേപിച്ച തുകയെ എക്സ് ആയും രണ്ടാമത്തെ സ്കീമില് നിക്ഷേപിച്ച തുകയെ y ആയിട്ട് എടുക്കുകയാണ്. മണി ഇൻവെസ്റ്റഡ് ഇൻ ഫസ്റ്റ് സ്കീം. മലയാളം മീഡിയം കുട്ടികൾ, എന്നെ പോലത്തെ മലയാളം മീഡിയം കുട്ടികൾ എന്ത് എഴുതണം? ആദ്യ സ്കീമിൽ നിക്ഷേപിച്ച തുക എക്സ്, രണ്ടാമത്തെ സ്കീമിൽ നിക്ഷേപിച്ച തുക y. അവിടെ നിന്ന് തന്നെ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. രണ്ടും കൂടി കൂട്ടി എന്ത് കിട്ടണം സാറേ? ആകെ ചെങ്ങടിയില്ലേ രമേശേടയിൽ ആകെ 1 ലക്ഷം രൂപയുള്ളൂ. അപ്പൊ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100,000 1 ലക്ഷം. എപ്പോഴും കൺഫ്യൂഷനാ. അപ്പോൾ 6 പൂജ്യം ഉണ്ടാവും അല്ലെ? അല്ല 5 പൂജ്യം, പിന്നെ 1 ഇട്ട് കഴിഞ്ഞാൽ 1 ലക്ഷമായി. അപ്പൊ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എന്തായാലും 1 lakh ഉള്ളൂ ആളുടെ കയ്യിൽ. ആദ്യത്തെ സ്കീമിലും രണ്ടാമത്തെ സ്കീമിലും പൈസ കൂട്ടിക്കഴിഞ്ഞാൽ 1 ലക്ഷം കിട്ടണം. അത് സെറ്റ് അല്ലേ? ആദ്യത്തെ ഇക്വേഷൻ ഒന്ന് സെറ്റ് അല്ലേ? രണ്ടാമത്തെ ഇക്വേഷൻ ഉണ്ടാക്കാനാണ് ഇത്തിരി ഒന്ന് ചിന്തിക്കേണ്ടത്. നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇൻട്രസ്റ്റ് ഐ ഈസ് ഈക്വൽ ടു PNR/100 എന്നുണ്ട്. പണ്ട് മണി മാക്സ് എന്ന ചാപ്റ്റർ ഉണ്ടായിരുന്നു നിങ്ങളുടെ ചാപ്റ്റർമാർക്ക് 8ാം ക്ലാസ്സിൽ. നിങ്ങൾക്ക് ആ ചാപ്റ്റർ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞല്ലോ. ഒന്ന് പഠിച്ചിരുന്നാൽ മതി. ബാങ്കിലൊക്കെ പലിശ കണ്ടുപിടിക്കുക. ഇനി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യട്ടോ. നിങ്ങൾക്ക് ഈ ഇക്വേഷൻ മുന്നേ അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഐ ഈസ് ഈക്വൽ ടു PNR/100. പി എന്താ എന്താ ആറെന്തോ എനിക്ക് അറിയില്ല. പി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ട തുക, പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയും, നിക്ഷേപിച്ച തുക. അപ്പോ പി എന്ന് പറഞ്ഞാൽ നിക്ഷേപിച്ച തുക. അങ്ങനെ എഴുതുന്നുണ്ട്, നിങ്ങൾ കേട്ട് പഠിച്ചാൽ മതി. എന്റെ കൈ ഇഷ്ടം മോശം. നിക്ഷേപിച്ച തുക. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ്, വർഷം. ആർ എന്ന് പറഞ്ഞാൽ പലിശ നിരക്ക്. ഇതൊക്കെ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യത്തെ സ്കീമിൽ നിന്ന് ഈ ചെങ്ങായിക്ക് കിട്ടാൻ പോകുന്ന ഇൻട്രസ്റ്റ് നമുക്ക് I1 എന്ന് കൊണ്ട് കൊടുക്കാം. I1. 2 സ്കീമിൽ നിന്നും ടോട്ടൽ ഇൻട്രസ്റ്റ് എത്ര കിട്ടി? 6,750 കിട്ടി എന്നാണ് പറയുന്നത്. 2 സ്കീമിൽ ഇൻട്രസ്റ്റ് I1 I2 എന്ന് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ I1 I2 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 6,750 കിട്ടുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ I1 ചെയ്യാൻ പോവാട്ടാ. പി എന്താ? പി എനിക്കറിയൂ. ഞാൻ ആദ്യത്തെ സ്കീമിൽ പി എന്താ? നിക്ഷേപിച്ച തുക എത്ര? എക്സ് ആണ്. ആദ്യത്തെ കേസിൽ ഞാൻ വേണമെങ്കിൽ സൈഡിൽ എഴുതി വെക്കാം. പി ഈസ് ഈക്വൽ ടു, ഫസ്റ്റ് കേസിൽ പി ഈസ് ഈക്വൽ ടു എക്സ്. എൻ നമ്പർ ഓഫ് ഇയേഴ്സ്. ആഫ്റ്റർ എത്ര ഇയേഴ്സ്? 10 ഇയേഴ്സ് അല്ല, ആഫ്റ്റർ 1 ഇയർ. അപ്പൊ എൻ ഈസ് ഈക്വൽ ടു 1. 6. ആദ്യത്തെ സ്കീമിൽ പലിശ നിരക്ക് എത്രയാ? അത് 7%. 7%. ഓക്കെ. PNR/100 ആണ് ഇക്വേഷൻ. പി എന്ന് പറഞ്ഞാൽ എക്സ്, എൻ എന്ന് പറഞ്ഞാൽ 1, ആർ എന്ന് പറഞ്ഞാൽ എത്ര? 7/100. നമുക്ക് വൃത്തിക്ക് എന്ത് കിട്ടും? 7x/100 എന്ന് കിട്ടും. 7x/100 ആണ് ആദ്യത്തെ സ്കീമിലെ പലിശ. രണ്ടാമത്തെ സ്കീമിലെ പലിശ കണ്ടുപിടിച്ചാലോ? I2 എന്താ വരിക? ആ കേസിൽ പി എന്താ? പി എന്ന് പറഞ്ഞാൽ y, എൻ എന്താ? 1. ആർ എത്രയാ? രണ്ടാമത്തെ കേസിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാ? 6%. 6 രസമുണ്ടല്ലേ? അപ്പൊ നോക്കി, y ഇൻറ്റു 1 ഇൻറ്റു 6/100 6y/100 എന്ന് കിട്ടൂലേ? 6y/100 കിട്ടില്ലേ? കിട്ടും. അത് നമുക്ക് ആവശ്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഇക്വേഷൻ ഉണ്ടാക്കണം, എന്നിട്ട് സോൾവ് ചെയ്യണം.
i1ഉം i2 കൂടി കൂട്ടി എത്ര കിട്ടുക? i1 പ്ലസ് i2 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക? ടോട്ടൽ ഇൻട്രസ്റ്റ് വ്യക്തമായി കൊടുത്തിട്ടുണ്ട് 6750. 6750 താഴെ എഴുതി കാണോ ക്യാമറമാനെ? താഴെ എഴുതി കാണും അല്ലെ? ഓക്കെ, കഷ്ടപ്പാട് നോക്കണേ. അപ്പൊ നോക്കിയേ 7x/100ഉം 6y/100ഉം ആണ് i1 i2 രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 6750 കിട്ടും. നമുക്ക് കൂട്ടി വെക്കാം. ഒരു ലൈൻ കൂടി എഴുതാം അല്ലെ? എഴുതി വെക്കാം. എന്താ ചെയ്യാ? 7x/100 പ്ലസ് 6y/100 ഈസ് ഈക്വൽ ടു 6750. ഇനി ചെയ്യണ കാര്യം ശ്രദ്ധിച്ചോട്ടാ. രണ്ടിലും ഡിനോമിനേറ്റർ 100 ആയതുകൊണ്ട് ഇപ്പൊ നോക്കിയേ 2/3 പ്ലസ് 1/3 എന്നുള്ളത് നിങ്ങൾ 3/3 എഴുതുന്ന പോലെ തന്നെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഇതിനെ 7x പ്ലസ് 6y/100 എഴുതാൻ പോവാണ്. 7x പ്ലസ് 6y/100 ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ഇങ്ങനെ എഴുതാം. ഈസ് ഈക്വൽ ടു 6750 ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും? ഇൻറ്റു 100 ആയിട്ട് മാറും. സ്റ്റെപ്പ് വൈസ് ആയിട്ട് ചെയ്ത് പഠിച്ചോട്ടാ. ചെയ്ത് പഠിക്കണം, വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അങ്ങനെ 100 ഈക്വൽ ടു അപ്പുറത്തോട്ട് പോകുമ്പോൾ 2 0 എക്സ്ട്രാ വരും. രണ്ടാമത്തെ ഇക്വേഷനാണ് നമ്മൾ അറിയാതെ എഴുതിയത്. 7x പ്ലസ് 6y 6,70,75,000 രണ്ടാമത്തെ ഇക്വേഷൻ. ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? 2 ഇക്വേഷനോട് ഒരുമിച്ച് എഴുതാൻ പോവാ. കറുത്ത മഷി വരട്ടെ. 2 ഇക്വേഷൻ, നമുക്ക് 2 ഇക്വേഷൻ വേണ്ടേ? രണ്ടാമത്തെ ഇക്വേഷൻ ആദ്യം എഴുതുകയാണെങ്കിൽ 7x പ്ലസ് 6y ഈസ് ഈക്വൽ ടു, ഇതെങ്കിലും കട്ട് വരാതെ എടുക്കണമെന്ന് സാറൊരു ആഗ്രഹമുണ്ട്. ഇതിൽ സോൾവ് ചെയ്യാൻ പറ്റും. സാറിന്റെ കൈയസും ചക്ക പോലത്തെ ചെയ്തുകൊണ്ടേ ഇത് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാം. നമുക്ക് നോക്കാം. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എത്രയാ? 1,00,000 അല്ലേ? 1,00,000. 2 ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇക്വേഷൻ ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. വണ്ടി സ്റ്റാർട്ടിങ് വരെ ഒരു പ്രശ്നമുള്ളൂ. പിന്നെ സ്റ്റാർട്ടിങ് കഴിഞ്ഞാൽ ബൂം കൊണ്ട് പോയിക്കോളും. ഇനി നോക്കുക, എക്സുകളുടെ എണ്ണം സെയിം ആക്കാൻ നോക്കുക. ഇവിടെ 7x, ഇവിടെ 7x ഒരു എക്സേ ഉള്ളൂ. 7 1 7 ആവണമെങ്കിൽ 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മൾട്ടിപ്ലൈ ചെയ്യാൻ ആലോചിക്കണ്ട, കൂട്ടും കുറയ്ക്കുന്നില്ല, മൾട്ടിപ്ലൈ ചെയ്യുക. 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക ത്രൂ ഔട്ട് രണ്ടാമത്തെ ഇക്വേഷൻ. ഇതാദ്യത്തെ ഇക്വേഷൻ നമ്മുടെ എഴുതിയിട്ട് രണ്ടാമത്തെ ഇക്വേഷൻ ആണ് ഉദ്ദേശിച്ചത്. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് മാറ്റാൻ വരിക? 7x പ്ലസ് 7 × y 7y ഇസ് ഈക്വൽ ടു 7,00,000. ആദ്യത്തെ ഇക്വേഷനിൽ മാറ്റമുണ്ടോ? ഐ മീൻ ഇവിടുത്തെ ഈ ഇക്വേഷനിൽ മാറ്റമുണ്ടോ? ഇല്ല. 7x പ്ലസ് 6y ഇസ് ഈക്വൽ ടു 6,70,75,000. എക്സുകൾ എണ്ണം സെയിം ആണെങ്കിൽ എക്സിനെ കുറയ്ക്കുക, എക്സിനെ ഒഴിവാക്കുക. എക്സ് നമുക്ക് ആവശ്യമില്ല. ഇത് കുറയ്ക്കുമ്പോൾ എത്ര വരിക? 0,0,0,5 25,000 രൂപ. 7,04,70,000 കുറച്ച് 25,000 വരിക. ഓക്കെ, ഇവിടെ നോക്കുക. 7x 7x മൈനസ് 7x 0 ആയിട്ട് പോയി. 7y നിന്ന് 6y പോയാൽ y അല്ലേ വരിക? y എന്ന് പറഞ്ഞാൽ എന്താ? y എന്ന് പറഞ്ഞാൽ മണി ഇൻവെസ്റ്റഡ് ഇൻ സെക്കൻഡ് സ്കീം ഒറ്റയടിക്ക് കിട്ടിയില്ലേ 25,000 രൂപ. അങ്ങനെയാണെങ്കിൽ എക്സ് എന്തായിരിക്കും വരിക? എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം രണ്ടും കൂടി കൂട്ടി കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ 1,00,000 എന്നറിയാം. അതിൽ വൈയുടെ വാല്യൂ 25,000 ആണെങ്കിലേ എക്സ് എന്തായിരിക്കും വരിക? 1,00,000 നിന്ന് ഈ വൈയുടെ വാല്യൂ കുറയ്ക്കുക. അതായത് ഈ വൈ നമുക്കറിയാം. അപ്പൊ എക്സ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? ഈ പ്ലസ് വൈ ഈക്വലിന്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ 1,00,000 മൈനസ് 25,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമുക്ക് എന്ത് കിട്ടും? 75,000 രൂപയാണ് ഇങ്ങേരെ ഫസ്റ്റ് സ്കീമിൽ നിക്ഷേപിച്ച തുക. 25,000 രൂപയാണ് രണ്ടാമത്തെ സ്കീമിൽ നിക്ഷേപിച്ച തുക. 2 ചോദ്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ 9ാം ക്ലാസ്സിലെ 2 ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളിപ്പോ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളാവാം, 7-ലാവാം, 10-ലാവാം, 6-ലാവാം, പ്രശ്നമില്ല, നെവർ മാറ്റർ. നിങ്ങൾക്ക് ഡൗട്ടുള്ള ചോദ്യം ചാപ്റ്റർ പേജ് നമ്പർ കമന്റ് ചെയ്യുക, സാറ് സോൾവ് ചെയ്ത് തരാം. സാറിനെ ട്രസ്റ്റ് ചെയ്യുന്നവർക്ക് അറിയാം, വാക്ക് പറഞ്ഞ വാക്കാണ്, അത്രേ ഉള്ളൂ. സോ ഫസ്റ്റ് വീഡിയോ ആണ്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. ഇനിയാണ് നിങ്ങളുടെ നമ്മുടെ ചാനലിന്റെ എന്താ പറയുക പ്രൊമോട്ടർ, മൗത്ത് പബ്ലിസിറ്റി. അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ. ബൈ ബൈ ബൈ.